ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് കിച്ചണിൻ്റെ ഏരിയയിൽ സിങ്കിൻ്റെ തൊട്ടടുത്തുള്ള നമ്മുടെ സ്വിച്ച് ബോർഡിൽ മോട്ടറിൻ്റെ കണക്ഷൻസും അതുപോലെ തന്നെ നമുക്ക് രണ്ട് പവർ പ്ലഗ് അല്ലെങ്കിൽ നോർമൽ പ്ലഗ് എങ്ങനെ കണക്ട് ചെയ്യാമെന്നുള്ള ഡീറ്റെയിൽസ് വീഡിയോ ആണ് നോക്കുന്നത്. നിങ്ങൾ കാണുന്ന പോലെ തന്നെ മോട്ടറിന് വേണ്ടിയിട്ടൊരു DP സ്വിച്ച്, പിന്നെ ഒരു സാധാരണ ഒരു നോർമൽ ലെവലിൽ സ്വിച്ച് പ്ലഗ് വരുന്നുണ്ട്, പിന്നെ ഒരു പവർ പ്ലഗ് വരുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് 20 ആംസിൻ്റെ കൊടുത്തിരിക്കുന്നത്. 20 ആംസിൻ്റെ സ്വിച്ചും അതുപോലെ തന്നെ 16 ആംസിൻ്റെ പവർ പ്ലഗ് ആണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ 32 ആംസിൻ്റെ DP സ്വിച്ച്. ഇനി കണക്ഷൻസ് എങ്ങനെയാണെന്ന് നോക്കാം. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ മോട്ടറിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് കണക്ഷൻസ്, സെപ്പറേറ്റ് ഫേസ് ന്യൂട്രും DBയിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ തന്നെ പവറിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് നമ്മൾ 2.5 സർക്യൂട്ട് നമ്മൾ കൊണ്ടുവന്നു. അങ്ങനെ 2 സർക്യൂട്ടാണ് കൊണ്ടുവന്നത്. നിങ്ങൾ നോക്കിയാൽ DPയുടെ കണക്ഷൻസ് നമ്മൾ ആദ്യമേ തന്നെ കറക്റ്റായിട്ട് മനസ്സിലാക്കിയിരിക്കണം. ബാക്കിൽ നമ്മൾ L1 L2 N1 N2 എന്ന് കറക്റ്റായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. അത് കറക്റ്റായിട്ട് നോക്കി വേണം ചെയ്യാനായിട്ട്. അതായത് വരുന്നത് സെക്ഷൻ, അതായത് DBയിൽ നിന്ന് വരുന്നത് L1 N1, നമ്മുടെ മോട്ടറിലേക്ക് പോകുന്നത് N2 L2. ഇത് കറക്റ്റായിട്ട് മനസ്സിലാക്കിയാൽ ഓക്കെയാണ്. താഴത്തെ സെക്ഷനിലാണ് ഇത് കൊടുത്തിരിക്കുന്നത്. L1 എന്ന് പറയുന്നത് ലീഡ് വയർ, ഫേസ് വയർ, N1 എന്ന് പറയുന്നത് ന്യൂട്രൽ വയർ. ഇത് രണ്ടും കൊണ്ടാണ്. ഇത് N എന്ന് ഉദ്ദേശിക്കുന്നത് നീല വയറാണ് കൊടുത്തിരിക്കുന്നത് ന്യൂട്രലായിട്ട്. ഫേസ് കൊടുത്തിരിക്കുന്നത് മഞ്ഞ വയറാണ് താഴെ കൊടുത്തിരിക്കുന്നത്. അത് നമ്മൾ താഴെയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഔട്ട് വരുന്നുണ്ടോ, ഔട്ട് വരുന്ന ഇതാണ് നമ്മൾ മോട്ടറിലേക്ക് പോകുന്ന സപ്ലൈ വരുന്നത്. അവിടെയാണ് നമ്മൾ ഇൻഡിക്കേറ്റർ കൊടുത്തിരിക്കുന്നത്. ഇൻഡിക്കേറ്ററിൻ്റെ ലൈറ്റ് കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നത്. ഫേസ് L1ലേക്ക് കൊടുത്തു, N1ലേക്ക് ന്യൂട്രൽ കൊടുത്തു. അവിടെയാണ് നമ്മുടെ ഇൻഡിക്കേറ്റർ, അതായത് നമ്മുടെ DP സ്വിച്ചിൻ്റെ ഫ്രണ്ടിൽ നമ്മൾ ഇൻഡിക്കേറ്റർ കാണാറില്ല. ഇൻഡിക്കേറ്റർ നമ്മൾ സ്വിച്ച് ഓൺ ആകുന്ന സമയത്ത് ഇൻഡിക്കേറ്റർ കാണാറുണ്ട്, ലൈറ്റ് കാണാറുണ്ട്. ആ ലൈറ്റിന് വേണ്ടിയിട്ടുള്ള ഓപ്ഷനാണ് ഔട്ടിലാണ്, അതായത് മോട്ടറിലേക്ക് പോകുന്ന കണക്ഷനിലാണ് നമ്മൾ ഇൻഡിക്കേറ്റർ കണക്ട് ചെയ്യുന്നത്. കണ്ടാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അത് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ 2 സ്വിച്ചിന് സമാനമായിട്ടാണ് DP സ്വിച്ച് വർക്ക് ചെയ്യുന്നത്. അത് ആംബിയർ കൂടുതലാണ്, 32 ആംസ്. അത് ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഒരിക്കലും N1 N1 കറക്റ്റായിട്ട് DP സ്വിച്ച് പല ടൈപ്പ് വരുന്നുണ്ട്, അതായത് DP സ്വിച്ച് പല മോഡലിൽ വരുന്നുണ്ട്. N1 എന്ന് പറയുന്നത് N1 L1 ഔട്ടാണ് വരുന്നത്, ഇന്നാണ് വരുന്നത്. L2 N2 എന്ന് പറയുന്നത് ഔട്ടാണ് വരുന്നത്. അത് കറക്റ്റായിട്ട് നമ്മൾ നോക്കണം. ചില DP സ്വിച്ചിൽ L എന്ന് മാത്രം വരും, L1 N2 എന്ന് രണ്ടാമത്തെ സെക്ഷനിലും വരും. അപ്പോൾ അത് നോക്കിയിട്ട് വേണം നമ്മൾ കണക്ട് ചെയ്യാനായിട്ട്. ഇനി വരുന്നത് നോക്കിയാൽ പവർ പ്ലഗുകളാണ്. പവർ പ്ലഗിന് ഇതുപോലെ തന്നെ DBയിൽ നിന്ന് സെപ്പറേറ്റ് വയറാണ് കൊണ്ടുവന്നിരിക്കുന്നത്. മോട്ടറിൽ നമ്മൾ സെപ്പറേറ്റ് സർക്യൂട്ട് കൊണ്ടുവന്നേക്കാണ്. അതുപോലെ തന്നെ നമ്മുടെ പവർ പ്ലഗിനും സെപ്പറേറ്റ് സർക്യൂട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ആ സെപ്പറേറ്റ് സർക്യൂട്ടിൽ എർത്ത് കാര്യങ്ങൾ ലിങ്ക് ചെയ്ത് 2 പവർ പ്ലഗിനും വേണ്ട, സാധാ പ്ലഗിനും വേണ്ട ന്യൂട്രൽ എർത്തിലേക്ക് നമ്മൾ കണക്ട് ചെയ്തു. ഇനി ന്യൂട്രൽ നമ്മൾ പ്ലഗ് സോക്കറ്റിൻ്റെ എപ്പോഴും ലെഫ്റ്റ് സൈഡിൽ വേണം കണക്ട് ചെയ്യാനായിട്ട്. അവിടെ നമ്മളൊരു ഇൻഡിക്കേറ്ററിൻ്റെ ഒരു വയർ വരുന്നുണ്ട്. അത് നമ്മുടെ സ്വിച്ചിൻ്റെ, അതായത് 20 ആംസിൻ്റെ സ്വിച്ചിൻ്റെ ഒരു ഇൻഡിക്കേറ്ററിൻ്റെ വേണ്ടിയിട്ട് വയർ വരുന്ന ന്യൂട്രലിൻ്റെ, അത് ആ ന്യൂട്രലിലേക്ക് നമ്മൾ കണക്ട് ചെയ്തു. അപ്പോൾ നമ്മൾ പ്ലഗ് സോക്കറ്റിൻ്റെ ലെഫ്റ്റ് സൈഡ് ആയിരിക്കണം ന്യൂട്രൽ കണക്ട് ചെയ്ത്. ഇനി ഫേസ് ആണ് വരുന്നത്. ഫേസ് നമ്മൾ വന്നിരിക്കുന്നത് 2.5 സർക്യൂട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. അത് 2 സ്വിച്ചിൻ്റെയും, അതായത് 2 സ്വിച്ച് കണ്ടോ, നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒരു 20 ആംസും പിന്നെ ഒരു സാധാ 10 ആംസ് അല്ലെങ്കിൽ 6 ആംസ് വരുന്നുണ്ട്. ഇത് രണ്ടും കൂടി ഒന്നിച്ചാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. കാരണം ഒറ്റ സർക്യൂട്ട് മതിയോ അതിന് വേണ്ടിയിട്ട് 2. അത് താഴത്തെ മൊത്തം ലിങ്ക് ചെയ്തു, അങ്ങോട്ടും ഇങ്ങോട്ടും ലിങ്ക് ചെയ്തതിന് ശേഷം ആ പവർ സർക്യൂട്ടിൽ വന്ന് മാത്രമാണ് ഇൻഡിക്കേറ്റർ വരുന്നത്. പവർ സ്വിച്ചിൻ്റെ 20 ആംസിൻ്റെ സ്വിച്ചിൽ നമ്മൾ കണക്ട് ചെയ്തതിന് ശേഷം പ്ലഗ് സോക്കറ്റിൻ്റെ റൈറ്റ് സൈഡിലേക്കാണ് കൊടുത്തത്. അതുപോലെ തന്നെ ഇപ്പുറത്തെ അതായത് 10 ആംസിൻ്റെ സോക്കറ്റിലേക്കും പ്ലഗ് സോക്കറ്റിൻ്റെ റൈറ്റ് സൈഡിലേക്ക് കൊടുത്തു. അപ്പോൾ ഫേസ് എപ്പോഴും പ്ലഗ് സോക്കറ്റിൻ്റെ നമ്മുടെ റൈറ്റ് സൈഡ് ആയിരിക്കണം വരുന്നത്. അത് സ്റ്റാൻഡേർഡ് ആണ്, അതായത് എപ്പോഴും റൈറ്റ് സൈഡ് ആയിരിക്കണം ഫേസ് വരേണ്ടത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്ന 2 സർക്യൂട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിലൊന്നാണ്. മോട്ടറിൻ്റെ സർക്യൂട്ടിൽ നിന്ന് ഒരിക്കലും പവർ സർക്യൂട്ട് എടുക്കാതിരിക്കുക, പവറിൻ്റെ സർക്യൂട്ടിൽ നിന്നും മോട്ടറിൻ്റെ കണക്ഷൻ എടുക്കാതിരിക്കുക. കാരണം മോട്ടറിൻ്റെ കണക്ഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴും പുറമെ മഴയും കാര്യങ്ങളൊക്കെ കൊണ്ടതിന് ശേഷം ഇരിക്കുന്ന സ്ഥലമാണ്. അതുമാത്രം സബ്മേഴ്സിബിൾ ആണെങ്കിൽ കൂടി നമ്മുടെ മോട്ടറിൻ്റെ കിണറിൻ്റെ അകത്തിരുന്ന മോട്ടറും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ചെറിയ ലീക്കേജ് ഉണ്ടെങ്കിൽ കൂടി ട്രിപ്പ് ആവാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് സെപ്പറേറ്റ് സർക്യൂട്ട് നമ്മൾ മോട്ടറിന് വേണ്ടി കൊടുക്കുന്നത്. പവർ സർക്യൂട്ടിലേക്ക് നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ പവർ സർക്യൂട്ടിൽ കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞാൽ ട്രിപ്പ് ആവും, മോട്ടറിൽ കംപ്ലയിൻറ്റ് വന്ന് ട്രിപ്പ് ആവും. അപ്പോൾ അതുകൊണ്ട് സെപ്പറേറ്റ് സർക്യൂട്ട് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് കംപ്ലയിൻറ്റ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. വലിയ കംപ്ലയിൻറ്റ് ഇല്ലാത്ത രീതിയിൽ കാര്യങ്ങൾ പ്രശ്നമില്ലാത്ത രീതിയിൽ നടക്കുകയും ചെയ്യും. അതിന് വേണ്ടിയിട്ടാണ് സെപ്പറേറ്റ് മോട്ടറിന് സെപ്പറേറ്റ് സർക്യൂട്ട്, പവർ സർക്യൂട്ടിന് സെപ്പറേറ്റ് സർക്യൂട്ട് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇനി ചില സബ്മേഴ്സിബിളാണെങ്കിൽ ചെറിയ എർത്ത് ലീക്കേജ് വരാറുണ്ട്. അപ്പോൾ ന്യൂട്രൽ ചെറിയ രീതിയിൽ ന്യൂട്രൽ, അതതിൻ്റെ കമ്പനി തന്നെ പറയാറുണ്ട്. അപ്പോൾ ട്രിപ്പ് ആവൽ കൂടുതലായിരിക്കും. അപ്പോൾ ചില സ്ഥലങ്ങളിൽ നമുക്ക് മോട്ടറിൻ്റെ ന്യൂട്രും നമ്മൾ സെപ്പറേറ്റ് ചെയ്തതിന് ശേഷം സെപ്പറേറ്റ് RCCB കൊടുക്കേണ്ട ഒരു അവസ്ഥ വരാറുണ്ട്. അത് ചില കമ്പനി വരുന്ന സബ്മേഴ്സിബിൾ മോട്ടറിനാണ് അങ്ങനെ വരുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിക്കാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്, ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.